എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷകനായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ട് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നാഥ, അവിടുന്ന് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവാകുന്നുവല്ലോ. അടിയങ്ങൾക്ക് ഈ വിശുദ്ധ ദിവസം ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ ആയിരിക്കാനും പ്രാർത്ഥനാ നിരതരാകുവാനും അവിടുത്തെ പരിശുദ്ധനാമത്തെ പ്രകീർത്തിക്കുവാനും തിരുവചനം കേൾക്കുവാനും വീണ്ടും ഒരവസരം കൽപ്പിച്ചതുകൊണ്ട് തിരുനാമത്തെ വാഴ്ത്തുന്നു. വ്യത്യസ്ത ഇടങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഐകമത്യപ്പെട്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ അടിയങ്ങളുടെ ജനത്തെയും അവിടെ നിന്ന് കടാക്ഷിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ കർത്താവിടയാക്കണമേ. ഇനിയുള്ള നിമിഷങ്ങളിൽ ഏകാഗ്രതയോടെ തിരുസന്നിധിയിലായിരിക്കാനും വാസ്തവമായി ദൈവ സാമീപ്യത്തെ അനുഭവിച്ചറിയാനും അവിടുത്തെ കൃപയിൽ ബലപ്പെടുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നു. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 51 ഗീതം പാടാം. ഗീതം 51.
നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം സ്തുതിലിത്താനികൾ നമുക്കതിനായിട്ട് ഉപയോഗിക്കാം. സ്തുതിലിത്താനികൾ 4-ാം ഭാഗം, പേജ് 6. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, രക്ഷയുടെ പാവയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം, അവിടെ നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കിലെ ആടുകളും തന്നെ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിച്ച പാപപ്പിഴവുകളെ കർത്തൃസന്നിധിയിൽ അനുതാപത്തോടെ അനുസ്മരിക്കുന്ന പരിശുദ്ധ നിമിഷങ്ങളാണ് ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ച നാം നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ വന്നുപോയ കുറവുകളെ അനുസ്മരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുമ്പോൾ അവയൊന്നും കർത്തൃസന്നിധിയിൽ മറച്ചു വയ്ക്കാതെ, നമ്മെ തന്നെ സ്വയം ന്യായീകരിക്കാതെ, കർത്താവേ എനിക്ക് പിഴവ് പറ്റി, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് തിരുസന്നിധിയിൽ നമുക്ക് മനഃപൂർവ്വമായി ആത്മാർത്ഥമായി നമുക്ക് ഏറ്റു പറയാം. നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ തിരുസന്നിധിയിൽ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതിന് ആരാധനക്രമം 9-ാം പുറത്തിലെ പൊതുവായ
അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമം പേജ് 9, പൊതുവായ അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഞങ്ങൾ ചെയ്യുന്നതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളുടെ കരുണ ഉണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരികെ ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. നമുക്ക് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ നമ്മുടെ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കവേ കർത്തൃകരങ്ങളിൽ നിന്ന് നാം പ്രാപിച്ച എല്ലാ നന്മകളെയും മനഃപൂർവ്വമായി നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. വിശുദ്ധ പൗലോസ് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ കർത്താവിനെ സ്തുതിക്കുവാനും സ്തോത്രം കരയേറ്റുവാനും കാരണങ്ങൾ അനവധിയുണ്ട്. പ്രത്യേകിച്ചും ലോകമെമ്പാടും ദുസ്സഹമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ എത്ര ഭദ്രമായി കാത്തരുളുന്നുണ്ട്. അവയെല്ലാം ഓർത്ത് അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി തിരുസന്നിധിയിൽ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നാം പ്രാപിക്കുന്ന പൊതുവായ നന്മകളെ ഓർത്തുകൊണ്ട് കർത്തൃസന്നിധിയിൽ നന്ദിയും സ്തോത്രവും അർപ്പിക്കുവാൻ ആരാധനക്രമം 15-ാം പുറത്തിലെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ, മക്കൾ, ദമ്പതികൾ, സഹോദരങ്ങൾ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, ഒരിടം, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദൈനംദിനമുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവർക്കായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവവചനമെന്ന വിശിഷ്ടദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ,
അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നു എന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്ത് നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്നും വിശ്വസിക്കാൻ കൃപയേറണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശുമിശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് തിരുവചനം വായിച്ച് കേൾക്കാം. ലേഖനത്തിൽ നിന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം ആദ്യത്തെ 6 തിരുവചനങ്ങൾ. എബ്രായർ 13, 1 മുതൽ 6 വരെ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ തിരുവചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ അധ്യായം 21, ആദ്യത്തെ 14 തിരുവെഴുത്തുകൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടകു കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കിയാരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിങ്ങില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഈ തിരുവചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് പറയാം. ആരാധനാക്രമം 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു.
അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, സ്തോത്രം 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 ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യം അതുപോലെ ലോകരാഷ്ട്രങ്ങൾ കർത്താവെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ദൈവമേ അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിക്കുവാൻ ഓരോ ദിവസവും ദൈവം ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുവാൻ ഒരവസരം കൂടെ ദാനമായി തന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം അങ്ങേക്ക് പ്രസാദകരമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദയമായ കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങൾക്ക് ആലയത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കാതെ പലയിടത്തായി ദൈവമേ അങ്ങയെ സ്തുതിക്കുമ്പോൾ, ഞങ്ങളുടെ ഭവനത്തിലിരുന്ന് അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും കർത്താവേ ഞങ്ങളുടെ യാചനകളും അങ്ങ് ശ്രദ്ധിച്ച് ദൈവമേ അങ്ങ് മറുപടി നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞുവല്ലോ, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുമെന്ന്. അപ്രകാരം കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ അപ്പാ അങ്ങയോട് പ്രാർത്ഥിപ്പാൻ, സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നുള്ള വചനപ്രകാരം ഞങ്ങൾ ദൈവമേ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ ഒരു മനസ്സോടെ പ്രാർത്ഥിപ്പാൻ, ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുവാനാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളുടെ ആലയത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കടന്നു വന്ന കർത്താവെ അങ്ങേ ആരാധിപ്പാനുള്ളൊരു ഭാഗ്യം എത്രയും വേഗം അങ്ങ് നൽകുമാറാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ദൈവമേ നാളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവമേ പ്രകാരം ദൈവമേ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് അങ്ങേ ആരാധിപ്പാൻ തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയിലെ പുരോഹിതനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ ചെയ്യുന്ന ശുശ്രൂഷകളെ അങ്ങ് മാനിക്കുമാറാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന വചനപ്രകാരം ദൈവമേ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങ് കാത്തു പരിപാലിക്കുമാറാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഞങ്ങളുടെ ചർച്ച കമ്മിറ്റി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവപ്പ, ഈ നാടുകളിൽ ആയിരിക്കുന്ന ഇടങ്ങൾ കർത്താവെ അപ്പ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി ചെയ്യുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയുടെ കടഭാരങ്ങൾ മാറുവാൻ ദൈവമേ ഈ സാഹചര്യത്തിൽ കർത്താവെ യേശുവപ്പ, ദൈവമേ ഞങ്ങളുടെ കടഭാരങ്ങൾ എത്രയും വേഗം മാറി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവമേ, ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ സംസ്ഥാനം, അതുപോലെ ലോകരാഷ്ട്രങ്ങൾ ദൈവമേ ഒരു മഹാവ്യാധിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ ഈ വൈറസിനെ നശിപ്പിക്കുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. കർത്താവെ, എത്ര വലിയ രാജ്യമായിരുന്നാലും, എത്ര സമ്പന്ന രാഷ്ട്രമായിരുന്നാലും, എത്ര സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും കർത്താവെ ഒന്നുമല്ല എന്ന് ഈ നാളുകളിൽ തിരിച്ചറിയുവാൻ ഞങ്ങൾ ദൈവമേ ഞങ്ങളുടെ ബുദ്ധിയോ ഒന്നുമല്ല എന്ന് അറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ കൃപകൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവെ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി. കർത്താവെ യേശുവപ്പ, ഇതിൽ നിന്ന് എത്രയും വേഗം ഒരു വിടുതൽ അങ്ങ് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവമേ, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന സമയത്ത് കർത്താവെ ഫറവോന്റെ അധികാരത്തിൽ നിന്ന് ജനങ്ങളെ ആരാധിക്കുവാൻ പോകുന്നതിന് അതിന് തടസ്സം നേരിട്ടപ്പോൾ ദൈവം അവിടെ 10 ബാധകളെ അയച്ചു. എന്നാൽ ദൈവ മക്കൾക്ക് ഒരു ദോഷവും വരാതെ വണ്ണം ആ വ്യാധികളിൽ നിന്ന് വിടുവിച്ച കർത്താവ് ഈ നാളുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ ദൈവമേ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. സംഹാരങ്ങൾ ഞങ്ങളുടെ ആരുടെയും കുടുംബങ്ങളിലോ ഞങ്ങളുടെ ദൈവമേ ദേശത്തോ ഒന്നും
ഒരു ജീവന് നഷ്ടമാകുവാൻ ദൈവമേ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവപ്പാ ദൈവമേ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാനത്തെ ദൈവകരങ്ങൾ തരുന്നു. അപ്പാ ദൈവമേ ഡോക്ടേഴ്സ്, നേഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകരെ എല്ലാം ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ദൈവമേ അവരുടെ ശുശ്രൂഷകളെ അങ്ങ് മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രോഗാണുക്കളും അവരുടെ ശരീരത്തിൽ പ്രവേശിക്കാതെ വണ്ണം പരിശുദ്ധാത്മാവെ അങ്ങയുടെ രക്തം കൊണ്ട് അങ്ങ് മുദ്രയിടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമായ കർത്താവിൽ നിന്ന് എത്രയും വേഗം ഒരു വിടുതൽ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സാമ്പത്തികമായി വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. ഇതിൽ നിന്ന് എത്രയും വേഗം ഒരു വിടുതൽ അവർക്ക് നൽകി ആരും ദൈവമേ പട്ടിണി മുഖാന്തരം കഷ്ടപ്പെടുവാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒന്നും നേരിടാതെ വണ്ണം എല്ലാ കുടുംബങ്ങളെയും അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമേ മാരമായ രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഈ നാളുകൾ വരാതെ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങൾ തരുന്നു. ദൈവമേ ഞങ്ങളെ ഇത്രത്തോളം അങ്ങ് കാത്ത് സംരക്ഷിക്കുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു കർത്താവെ. യേശുവപ്പാ ആർക്കും ഒരു ദോഷം വരാതെ കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽപ്പെട്ട് അനേകം പേർ വിദേശങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട്, വിദ്യാഭ്യാസാനന്തരമായിരിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദയമായ കർത്താവെ അവരുടെ ചിറകൻ മറവിൽ അവരെ വഹിച്ചു കൊള്ളുക. ഒരു രോഗാണുക്കളും അവരുടെ ശരീരത്തിൽ പ്രവേശിപ്പാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ സുഖമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ സഭയിൽപ്പെട്ട് രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദയമായ കർത്താവെ ലളിതകുമാരി അന്റിക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ശരീരമായ ക്ഷീണാവസ്ഥയാൽ ആയിരുന്നു. ദൈവം നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമായ കർത്താവെ സരസ്സു എന്ന പ്രിയ മാതാവിനെ ദൈവകരങ്ങൾ തരുന്നു കർത്താവെ. യേശുവപ്പാ പ്രേമകളുടെയും ശാരീരികമായിട്ടുള്ള എല്ലാ ബലഹീനതകളെയും അങ്ങ് ഏറ്റെടുത്തതിനായി സ്തോത്രപ്പ. പൂർണ്ണമായ സൗഖ്യവും വിടുതലും ആ കുടുംബത്തിലെ പ്രിയ മക്കൾക്ക് അനുഭവിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണം. പ്രത്യേകിച്ച് ശരത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയമകനും പൂർണ്ണ സൗഖ്യം അങ്ങ് നൽകുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാൻഡി റോയ് എന്ന മാതാവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ദൈവമേ ഒരു അത്ഭുതം പ്രവർത്തിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ മാതാവിന് എത്രയും വേഗം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു കർത്താവെ. ഞങ്ങളുടെ ഒരു ആലയത്തിലൊരു സാക്ഷിയായിരിക്കാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ വേദനകളെ എല്ലാം ഏറ്റെടുക്കണം. അപ്പം അവിടുത്തെ അടിപ്പിണരുകളായുള്ള സൗഖ്യം അങ്ങ് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ അനുഗ്രഹിക്കണം കർത്താവെ. യേശുവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യമാക്കി ആയല്ലോ കർത്താവെ. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി കർത്താവെ. ഏത് രോഗമായാലും കർത്താവെ സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ കർത്താവെ. ഈ നാളുകൾ കഴിക്കുന്ന ഔഷധങ്ങളെ ചെയ്യുന്ന ചികിത്സകളെല്ലാം അങ്ങ് ഫലവത്താക്കി തീർക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവെ രത്നമാന്റിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയമാതാവിനെ എല്ലാ ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥയിൽ നിന്ന് വിടുവിക്കണം കർത്താവെ. അവർ ചെയ്യുന്ന ചികിത്സകളെ അങ്ങ് ഫലവത്താക്കി തീർക്കണം കർത്താവെ. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഞങ്ങളുടെ സഭയിലൊരു സാക്ഷിയായിരിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ വിദേശത്തായിരിക്കുന്ന അനീഷ് ബിൻഡ പ്രിയ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രിയ മകൾ കഴിഞ്ഞ നാളുകളിൽ ദൈവമേ യേശുവപ്പ ആശുപത്രിയിലായിരുന്നു. സുഖകരമായ ഒരു വിടുതൽ നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ അങ്ങ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വളരെ പ്രതികൂലം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആയിരുന്നു എങ്കിലും സ്വർഗത്തിലെ ദൈവം സുഖകരമായ വിടുതൽ നൽകി. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു രോഗങ്ങളോ ഒരു പകർച്ചവ്യാധികളോ പ്രിയ മക്കളുടെ മേൽ വരുവാൻ ദൈവമേ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദൂതന്മാരാൽ കാവൽ ചെയ്യണം. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുന്ന വചനപ്രകാരം കർത്താവെ ഒരായിരിക്കുന്നിടങ്ങളിൽ ദൈവകരങ്ങൾ വഹിക്കുമാറാണമേ. ആയിരിക്കുന്നിടങ്ങളിൽ ദൈവം വലിയ ചെയ്തു എന്ന് അങ്ങേ സാക്ഷിച്ചുകൊണ്ടായിരിക്കാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിൽ വാർദ്ധക്യ സജ്ജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദയമായ കർത്താവെ യേശോദാസങ്ങളിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമേ പൂർണ്ണ സൗഖ്യം അങ്ങ് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നടന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗിൽഡ ടീച്ചറിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയ മാതാവിനെ അങ്ങ് തൊടുമാറാണോ. അപ്പോൾ ദൈവമേ ഈ നാളുകളിൽ ഞങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു
സംരക്ഷിപ്പാൻ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് എബനേസർ എന്ന പിതാവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായിട്ടുള്ള വേദനയാൽ ഭാരപ്പെട്ടു എങ്കിലും ഈ നാളുകളിൽ എൻ്റെ ദൈവം അങ്ങ് നൽകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി ആശ്വാസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതുപോലെ ഞങ്ങളുടെ അറിവിൽപ്പെട്ടും അല്ലാതെയും കർത്താവെ രോഗത്തിലും ഭാരത്തിലുമായിരിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവെ. അപ്പാ, അവർക്ക് എന്താവശ്യമെന്ന് ഞങ്ങൾക്ക് മുമ്പേ അങ്ങ് അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നുണ്ട് വചനപ്രകാരം. സ്വർഗത്തിലെ ദൈവമേ, ചെറുതും വലുതുമായ പ്രയാസങ്ങളാൽ ശരീരമായ അസ്വസ്ഥകൾ ആയിരിക്കുന്ന എല്ലാവരെയും ഈ നാളുകളിൽ അങ്ങ് സൗഖ്യമാക്കുമാറാണേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആരും ഈ നാളുകളിൽ ആശുപത്രിയിൽ അഭയം പ്രാപിപ്പാൻ ദൈവമേ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദയമായ കർത്താവെ, ഞങ്ങളുടെ കൊച്ചുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകരങ്ങളിൽ സൂക്ഷിക്കണം കർത്താവെ. അപ്പാ, അവർക്കും ദൈവമേ അവരുടെ പരീക്ഷകളൊന്നും നന്നായിട്ട് എഴുതുവാൻ സാധിച്ചില്ല കർത്താവെ. ഈ പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു കർത്താവെ. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും പ്രിയ മക്കൾക്കുണ്ടാകുന്ന കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയിൽ വിവാഹപ്രായമെത്തിയ പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവപ്പാ, ദൈവമേ തക്ക തുണി നൽകി അങ്ങ് മാനിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അതുപോലെ മറ്റു പലവിധമായ ആവശ്യത്തോടെ ഭാരത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നവരെ എല്ലാവരെയും പല കരങ്ങൾ തരുന്ന കർത്താവെ. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് അങ്ങ് മറുപടി നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവെ, ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവപ്പാ, ഞങ്ങളുടെ മിഷണറിമാരായിരിക്കുന്ന ഇടങ്ങളിൽ അവർക്കൊരു ദോഷവും വരാതെ വണ്ണം അവരെ അങ്ങ് കാത്തു പരിപാലിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവെ, ഞങ്ങളുടെ സഭയെ ഞങ്ങളുടെ ഈ ആരാധനയെല്ലാം ഒരിക്കൽ കൂടെ അവരുടെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. യേശുവപ്പാ, ഞങ്ങൾ ഇന്ന് കേൾക്കേണ്ടുന്ന വചനത്തെ അനുഗ്രഹിക്കണപ്പാ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ. അപ്പോൾ അവിടുത്തെ ചിറകിൻ മറവിൽ തന്നെ ഞങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കണം. ഞങ്ങൾ കേൾക്കേണ്ടുന്ന വചനത്തെ അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല കർത്താവെ, വചനപ്രകാരം ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ആഴമായി പതിയുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ, ഈ ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന ഈ രോഗാണുവിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് എത്രയും വേഗം പൂർണ്ണ വിടുതൽ പ്രാപിച്ച് സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒരു രോഗങ്ങളോ പകർച്ചവ്യാധികളോ ഒന്നും ഉണ്ടാകണം ഞങ്ങളെ കാത്തുകൊണ്ടപ്പാ. ഞങ്ങളുടെ മഹായിടയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹായിടയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ അങ്ങ് മാനിക്കണം. ദൈവമായ കർത്താവിന് എന്തെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവമേ ആ വിഷയങ്ങളിലും ദൈവമേ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് അങ്ങ് മറുപടി നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇടർന്നനായ സ്തോത്രം. സകല മഹത്വവും നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കിടത്താവ് സലദുഷ്ടങ്ങളിൽ വിജയിക്കണമേ. രാജ്യം ശക്തിയും മഹത്വം ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 271 ഗീതം പാടാം. ഗീതം 271. യേശുവേ
പ്രാർത്ഥിക്കാം. തിരുവചനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ കർത്താവേ, അവിടുന്ന് വചനത്തിലൂടെ അനുദിനം ഞങ്ങളെ ശക്തീകരിക്കുന്ന കർത്താവാകുന്നുവല്ലോ. ഈ വിശുദ്ധ ദിവസവും ഞങ്ങൾക്ക് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ, ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി തീരാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനകേൾവിയിലായിരിക്കുന്ന എല്ലാവരെയും ഉടൻ അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുന്ന ബലഹീനനായ എളിയനെ അവിടുത്തെ മഹത്വമുള്ള നാവായി രൂപാന്തരപ്പെടുത്തണമേ. തുടർന്നുള്ള നിമിഷങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റണം. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നും ഓൺലൈൻ ആരാധനയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും ഒത്തവണ്ണം ദൈവാലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിക്കാനുള്ള സാഹചര്യം സംജാതമാകും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. പ്രത്യേകിച്ചും നമ്മെയും നമുക്കുള്ളവരെയും ഒക്കെ കർത്താവ് ഭദ്രമായി ഈ നാടുകളിൽ കാത്തു. ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. വിദേശത്തും വിദൂരങ്ങളിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകരുണ്ടായിരുന്നു. അവരെക്കുറിച്ചും നല്ല വാർത്തകൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടാതെ ഈ അസാധാരണ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മെയും നമുക്കുള്ളവരെയും കർത്താവ് അവിടുത്തെ അസാധാരണമായ കൃപ കൊണ്ട് വഴി നടത്തുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തത് വായിച്ചു കേൾപ്പിച്ച എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ തിരുവചനങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണം എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായവും അതിനാദ്യ വചനങ്ങൾ നമ്മൾ വായിച്ചു കണ്ടു. അവിടെയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള 1-2 സംഗതികളുണ്ട്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാർ നിരാശരായി സ്വന്തം ഉപജീവനങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോയി. കർത്താവ് ഒരു പ്രഭാതത്തിൽ പ്രാതലൊരുക്കി വാത്സല്യത്തോടെ തന്നെ തിരസ്കരിച്ച് സ്വന്തം ഉപജീവനങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോയവർക്കായി കാത്തിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ തിബരിയാസ് കടൽക്കരയിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കർത്താവ് അവരെ വിളിക്കുന്നു, വിളമ്പി കൊടുക്കുന്നു, വിരുന്നൂട്ടുന്നു, വീണ്ടും അവരെ ശിഷ്യത്വത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്നു. തിരുവത്താഴത്തിൽ നാം പങ്കിടുന്ന അപ്പത്തിന് കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് പറയുന്ന പേര് ഓസ്തി എന്നാണ്. ആ അപ്പത്തിന് കൊടുക്കുന്ന പേര് ഓസ്തി എന്നാണ്. ഓസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഹോസ്റ്റ് എന്നാണ്. പെസഹായുടെ അന്ന് കർത്താവ് അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് പകർന്ന നുറുക്കപ്പെടുന്ന, നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ആഹരിക്കണം എന്ന് പറയും. ക്രിസ്തു ഈ വചനം പറയുമ്പോൾ അവിടെ അറിഞ്ഞോ അറിയാതെ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഹോസ്റ്റ് ഗസ്റ്റിനോട് പറയുന്നു, എന്നെ കഴിക്കുക, ഈറ്റ് മീ, ഈറ്റ് മീ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹോളി കമ്മ്യൂണിയനിൽ സംഭവിക്കുന്നത് എന്താണ്? വി ആർ ഈറ്റിംഗ് ദ ഹോസ്റ്റ്, വി ആർ ഈറ്റിംഗ് ദ ഹോസ്റ്റ്. ആതിഥേയനെ അതിഥികൾ ആഹരിക്കുന്നു. അതാണ് തിരുവത്താഴത്തിൽ സംഭവിക്കുന്നത്. ഒരു അപകടം പിടിച്ച തീറ്റയാണ്. ആതിഥേയനെ അതിഥികൾ ആഹരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാതിഥേയന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ആതിഥേയൻ തന്നെ നൽകുന്നു. ഇതാണ് തിരുവത്താഴത്തിൽ സംഭവിക്കുന്നത്. ദൈവം ദൈവത്തെ തന്നെ നൽകുന്നു. ആ ദൈവം നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദത്തമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയത്തിന് ഉപോദ്ബലകമായി ഞാൻ തിരഞ്ഞെടുത്തത്. അതിങ്ങനെയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ.
പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് ആണ് എബ്രായ ലേഖകൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? കർത്താവായ യഹോവ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ് എബ്രായ ലേഖകൻ പറയുന്നത്. ഇതൊരു വലിയ വാഗ്ദത്തമാണ്. ദൈവത്തെ തന്നെ നൽകുന്ന ഒരു വലിയ വാഗ്ദത്തമാണ്. പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വാഗ്ദത്തം പ്രധാനമായും 4 സന്ദർഭങ്ങളിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ 4 സന്ദർഭങ്ങളും വ്യത്യസ്ത ജീവിത സന്ദർഭങ്ങളാണ്. ആ ജീവിത സന്ദർഭങ്ങളിൽ ഈ വാഗ്ദാനത്തിൻ്റെ പ്രസക്തി എന്ത്? ഇതാണ് നമ്മൾ ഇന്ന് ചുരുക്കമായി ചിന്തിക്കുന്നത്. പഴയ നിയമത്തിൽ ഈ വാഗ്ദാനം നൽകിയ 4 സന്ദർഭങ്ങൾ ഇതൊക്കെയാണ്. നമ്പർ 1, ജീവിതത്തിൻ്റെ നിരാശകളിൽ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഒരു വലിയ മാനിപ്പുലേറ്ററായ, ഒരു ഉപജാപകനായ യാക്കോബ് ജ്യേഷ്ഠനെ പറ്റിച്ച്, ഉപായങ്ങൾ പ്രയോഗിച്ച്, എല്ലാവരുടെയും അപ്രീതി സമ്പാദിച്ച് നാടുവിടുന്നു. യാക്കോബ് തൻ്റെ സഹോദരൻ തന്നെ കൊല്ലുമെന്നുള്ള ഭയം കൊണ്ട് ആ നാട് വിട്ട് പോവുകയാണ്. ഈ നാട് വിട്ട് ഓടുന്നതിനിടയിൽ യാക്കോബ് ഒരിടത്ത് ഒരു തെരുവിൽ കല്ലിനെ തലയണയാക്കി വെച്ച് കിടന്ന് ഉറങ്ങുന്നു. ആ സമയത്താണ് നൈരാശ്യത്തിൻ്റെ കയത്തിൽ മുങ്ങിയ യാക്കോബ് ഒരു മനോഹരമായൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർഗത്തോളം എത്തുന്നൊരു കോവണി, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദർശനം. ഈ ദർശനത്തിൻ്റെ മധ്യേ ദൈവമായ കർത്താവ് യാക്കോബിന് കൊടുക്കുന്നൊരു വാഗ്ദത്തം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 28:15, ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, സ്വന്തം സഹോദരനെ വഞ്ചിച്ച് പോയ യാക്കോബിന് പ്രതീക്ഷകളൊന്നുമില്ല. തൻ്റെ മുന്നിൽ മരണഭയം മാത്രമാണ്. ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ കേവലം ഒരു കല്ലിനെ തലയണയാക്കി വെച്ചുറങ്ങിയപ്പോൾ കർത്താവ് കൊടുത്ത വാഗ്ദത്തമാണ്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഇവിടെ നിന്ന് ഇപ്പോൾ പൊയ്ക്കോ, പക്ഷേ ഈ ദേശത്തേക്ക് ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും, ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ജീവിതത്തിൻ്റെ നിരാശകളിൽ നമുക്ക് നൽകുന്ന സുപ്രധാനപ്പെട്ടൊരു വാഗ്ദത്തം ഇതാണ്. ഇറ്റാലിയൻ സാഹിത്യകാരനായ ഡാന്റെയുടെ വിശ്വപ്രസിദ്ധമായ ഒരു കൃതിയാണ് ഡിവൈൻ കോമഡി. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കവിയും അദ്ദേഹത്തിൻ്റെ പ്രേമഭാജനവുമാണ് ഈ കൃതിയിലെ ഇതിവൃത്തം. ഈ കൃതിയിൽ നരകത്തിൻ്റെ കവാടത്തിൽ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്: അബാൻഡൻ ഓൾ ഹോപ്പ്, എല്ലാ പ്രതീക്ഷകളും ഉപേക്ഷിച്ചേക്കുക. ഇതാണ് നരകവാതിലിൽ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളും ഉപേക്ഷിച്ചേക്കുക. പ്രിയമുള്ളവരെ, ഈ പ്രതീക്ഷ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നരകം. പ്രതീക്ഷ ഇല്ലാതാകുന്ന ഒരു സന്ദർഭത്തിൻ്റെ പേരാണ് നരകം. അതാണ് നരകയാതന. അതിന് നേരെ മറിച്ചിങ്ങനെ പറയാറുണ്ട്, പ്രതീക്ഷ എന്ന മഷി കൊണ്ട് എഴുതപ്പെട്ടതാണ് സുവിശേഷം. നമുക്കെല്ലാവർക്കും ജീവിക്കാൻ കരുത്തു നൽകുന്ന എന്താണ്? ഒരു പ്രതീക്ഷയാണ്. ഇവിടെ യാക്കോബിനെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വകയില്ല, പ്രതീക്ഷ പ്രാപ്യമല്ല, പ്രതീക്ഷകൾ നൽകുന്ന ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അപ്പോഴാണ് ഒരു പ്രതീക്ഷയുടെ കോവണി, ഞാൻ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, കർത്താവ് യാക്കോബിനെ കാണിച്ചു കൊടുത്തത്. ലാഡർ ഓഫ് ഹോപ്പ്. അത് ഈ നരകയാതനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദർശനം ദൈവത്തോളം എത്തി, സ്വർഗത്തോളം എത്തി. എന്നിട്ട് ആ സ്വപ്നത്തിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. പ്രതീക്ഷയുടെ കോവണി കർത്താവ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്ക് നൽകുന്നവർക്ക് ഏതു നിരാശയിലും പ്രതീക്ഷിക്കാൻ വകയുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ ശക്തി. യാക്കോബിന് അവിടെ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. 20 വർഷം അലയേണ്ടി വന്നു, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ 20 വർഷത്തെ അലച്ചിന് ശേഷം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റി. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ കൈവിടില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും കർത്താവ് കൈവിടാതെ കൂടെ ഉണ്ടായി.
1971 ന്യൂയോർക്കിലെ സെന്റ് ജോൺസ് കത്തീഡ്രലിൽ ഇൻ സെർച്ച് ഓഫ് ഗോഡ് അറ്റ് ഓഷ്വിറ്റ്സ് എന്നൊരു സിമ്പോസിയം നടന്നു. അതായത് 6 മില്യണോളം യഹൂദർ കൊല്ലപ്പെട്ട നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ദൈവസാന്നിധ്യം, ഇതാണ് ചർച്ചാ വിഷയം. ഇൻ സെർച്ച് ഓഫ് ഗോഡ് അറ്റ് ഓഷ്വിറ്റ്സ്. ഓഷ്വിറ്റ്സ് ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിറ്റ്ലർ എന്ന കാട്ടാളനെ ലോകം ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരു വംശത്തോട് അദ്ദേഹത്തിന് വിരോധം തോന്നുന്നു. ആ വംശത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊല്ലാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം തലങ്ങും വിലങ്ങുമായി കൊന്നൊടുക്കിയത് 6 മില്യൺ യഹൂദരെയാണ്, 6 ദശലക്ഷം യഹൂദന്മാരെയാണ്. അങ്ങനെ വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഈ യഹൂദന്മാരെ പിടിച്ച് അടച്ചിട്ടു. എന്നിട്ട് ഓരോ ദിവസവും അദ്ദേഹം നമ്പർ അനുസരിച്ച് ആൾക്കാരെ വിളിക്കും, പേര് വിളിക്കും, അവരെ കൊന്നുകളയും. ഇതാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടന്നത്. 1971 സെന്റ് ജോൺസ് കത്തീഡ്രലിൽ നടന്ന സിമ്പോസിയത്തിലെ ചർച്ചാ വിഷയം ഇൻ സെർച്ച് ഓഫ് ഗോഡ് അറ്റ് ദീസ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ദൈവസാന്നിധ്യം, അതാണ് അവർ ചർച്ച ചെയ്തത്. ആ സിമ്പോസിയത്തിൽ ഒരു യഹൂദ പ്രൊഫസർ പങ്കെടുത്തു. പ്രൊഫസർ ഫാക്കൻ ഹൈഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആ സിമ്പോസിയത്തിൽ നടത്തിയ ഒരു ഉജ്ജ്വല പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: യഹൂദരെ സംബന്ധിച്ച് 2 തരത്തിലാണ് ദൈവിക ഇടപെടൽ അനുഭവവേദ്യമാകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. യഹൂദരെ സംബന്ധിച്ച് 2 തരത്തിലാണ് ദൈവിക ഇടപെടൽ അനുഭവവേദ്യമാകുന്നത്. 1 രക്ഷകനായ ദൈവം, 2 കൽപ്പന നൽകുന്ന ദൈവം അഥവാ സംസാരിക്കുന്ന ദൈവം. രക്ഷകനായ ദൈവത്തെ പഴയ നിയമത്തിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. മരുഭൂമിയിൽ, പുറപ്പാടിൽ, സിംഹക്കുഴിയിൽ, തീച്ചൂളയിൽ, ഇവിടെയെല്ലാം വിജയത്തിൻ്റെ വാഹകനായി വന്ന് തൻ്റെ ജനത്തെ രക്ഷിച്ചൊരു ദൈവം. എന്നാൽ സീനായി മലയിൽ നമ്മൾ കണ്ടത് ആ ദൈവത്തെയല്ല, സംസാരിക്കുന്ന ദൈവം, കൽപ്പനകൾ നൽകുന്ന ദൈവം. ഈ പ്രസംഗത്തിനൊടുവിൽ പ്രൊഫസർ ഫാക്കൻ ഹൈൻ ഇങ്ങനെ പറഞ്ഞു: നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ തേടിപ്പോയാൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിയില്ല. ഒന്നുകൂടെ, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ രക്ഷകനായ ദൈവത്തെ തേടിപ്പോയാൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിയത്തില്ല. പിന്നെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിങ്ങൾ കാണുന്നത് സംസാരിക്കുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, നിരാശകളിൽ പോലും ദൈവത്തെ കേൾക്കാനുള്ള ആത്മബലം നമുക്കുണ്ടോ? നമുക്കുണ്ട്. ഇവിടെ ഇതാണ് യാക്കോബിന് ലഭിച്ചത്. നിരാശയിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് കേൾക്കുന്ന, എന്ന് സംസാരിക്കുന്ന ഒരു ദൈവത്തെ യാക്കോബിന് മനസ്സിലായി. കാൽവരിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. നമ്മുടെ ദൈവം മുറിവേറ്റ് കിടക്കുന്നു. മുറിവേറ്റ് കിടക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് മുറിവുകളൊന്നും തരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? മുറിവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഒരു നോബൽ സമ്മാന ജേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എലി വീസൽ എന്നുള്ളത്. എലി വീസൽ. അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയ ഒരു സാഹിത്യകാരനാണ്, എലി വീസൽ. അദ്ദേഹം എഴുതിയ മനോഹരമായൊരു കൃതിയാണ് ദി നൈറ്റ്. ദി നൈറ്റ്. അതിൽ വിവരിക്കുന്ന ഒരു രംഗം ഇതാണ്. ആ ക്യാമ്പിൽ തടവുകാരോടൊപ്പം ഒരു കൊച്ചുകുട്ടി, ഒരു ബാലനുണ്ടായിരുന്നു. ഒരു ബാലനുണ്ടായിരുന്നു. എല്ലാവർക്കും കൗതുകവും വാത്സല്യവും സങ്കടമൊക്കെ തോന്നിയ ഒരു ബാലൻ. സങ്കടം തളം കെട്ടിയ മുഖമുള്ള മാലാഖ എന്നാണ് ദി നൈറ്റ് എന്ന കൃതിയിൽ ആ ബാലനെ കുറിച്ച് എലി വീസൽ എഴുതിയിരിക്കുന്നത്. സങ്കടം തളം കെട്ടിയ മുഖമുള്ള മാലാഖ. ഒരു ദിവസം ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവർ ഇരിക്കുമ്പോൾ അവർ ആ ക്യാമ്പിൻ്റെ നടുവിലുള്ള മൈതാനത്തിൽ ഒരു ദിവസം അവർ 3 കഴുമരം കണ്ടു. എല്ലാവരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ആർക്ക് പറയും, നാളെ എന്തായാലും 3 പേര് കൊല്ലപ്പെടും, ആര് മരിക്കുമെന്ന് അറിയത്തില്ല. എല്ലാവരും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി, പരിഭവപ്പെടാൻ തുടങ്ങി. ആർക്കായിരിക്കും നാളെ ചീട്ട് വീഴുക അറിയില്ല. പിറ്റേന്ന് സമയമായപ്പോൾ പേര് വിളിച്ചു. 2 മുതിർന്നവർ അവരോടൊപ്പം ഈ ബാലൻ്റെ പേരും വിളിച്ചു. എല്ലാവരും വാവിട്ട് കരഞ്ഞു. ചിലർ പറഞ്ഞു, ആ ബാലന് പകരം എന്നെ വിളിക്ക്, ഞാൻ വരാം.
ചിലർ പറഞ്ഞു, ഈ നിഷ്കളങ്കനായ ബാലനെ നിഷ്ഠൂരമായി കൊല്ലുമ്പോൾ ദൈവമേ നീ എവിടെ, ദൈവമേ നീ എവിടെ? എല്ലാവരും പറഞ്ഞു, ദൈവമേ നീ എവിടെ? ആരാച്ചാർ ഈ ബാലനെ കൊല്ലാൻ അല്പമൊന്ന് അമാന്തിച്ചെങ്കിലും കൽപ്പന തിരസ്കരിച്ചില്ല. ബാലനെയും 2 മുതിർന്നവരെയും തൂക്കിലേറ്റു. 2 മുതിർന്നവർ പെട്ടെന്ന് മരിച്ചു. പക്ഷേ ഈ ബാലന്റെ ശരീരം അരമണിക്കൂറോളം ഇവിടെ കിടന്ന് പിടഞ്ഞു. എല്ലാവരും വിളിച്ചു, ദൈവമേ നീ എവിടെ? ഏലി വീസൽ ഇത് എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നുണ്ട് അവസാനം, എല്ലാവരും വാവിട്ട് ദൈവമേ എവിടെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ആ ശബ്ദം ഇതാണ്, ദൈവം, ദൈവം, ദൈവം ബാലനോടുകൂടെ, ദൈവം ബാലനോടുകൂടെ. പ്രിയമുള്ളവരെ, സഹിക്കുന്ന മനുഷ്യനോടൊപ്പം സഹിക്കുന്ന ഒരു ദൈവം, സഹിക്കുന്ന മനുഷ്യനോടൊപ്പം സഹിക്കുന്ന ഒരു ദൈവം. നമ്മുടെ നിരാശകളിൽ സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഈ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ബിരുദന്മാരുണ്ട്. അവരോട് ഒരു കാര്യം പറയാറുണ്ട്, നിങ്ങൾ സയൻസല്ല ആദ്യം പഠിക്കേണ്ടത്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് യഹൂദന്മാരുടെ സെക്കുലർ ഹിസ്റ്ററിയാണ്. യഹൂദന്മാരുടെ സെക്കുലർ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആരും പറയത്തില്ല ദൈവം ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല. കാര്യം മാത്രമേ തീക്ഷ്ണവും സഹനം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. എന്നിട്ടും തോരാത്ത വിശ്വാസത്തോടെ, ചോരാത്ത മനധൈര്യത്തോടെ അവർ ദൈവത്തിനായി നിലകൊണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ നിരാശകളിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. 2, ഈ വാഗ്ദത്തം നൽകിയത് ജീവിത സായാഹ്നത്തിൽ. ആവർത്തന പുസ്തകം 31 ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന ഒരു വേദഭാഗമാണ്. മോശയുടെ വിടവാങ്ങൽ പ്രസംഗമാണ് ഈ ഭാഗത്തിലെ പ്രമേയം. ആവർത്തന പുസ്തകം 31 അധ്യായം ആദ്യത്തെ വചനങ്ങൾ വായിക്കുമ്പോൾ മോസസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ 120 വയസ്സായി, ഇനി പഴയതുപോലെ ഓടിച്ചാടി നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പേ പോകും, നിങ്ങൾക്ക് നല്ല നേതൃത്വങ്ങളെ കർത്താവ് നൽകും. യോശുവയാണ് അടുത്ത നായകൻ. അതുകൊണ്ട് ജനത്തോട് മോശ ഇങ്ങനെ പറയുന്നു, ആവർത്തനം 31:6, ബലവും ധൈര്യമുള്ളവരായിരിക്കുക, പേടിക്കരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരും. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു കരിസ്മാറ്റിക് ലീഡറിന്റെ വിടവാങ്ങൽ പ്രസംഗമാണിത്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ സമയം കഴിഞ്ഞു, വയസ്സായി, പഴയതുപോലെയൊന്നും പറ്റത്തില്ല, ഇനി പുതിയ നേതൃത്വം വരണം, അനുഗ്രഹത്തിൻ്റെ തുടർച്ചയുണ്ടാകും, കർത്താവ് നിങ്ങളുടെ ഇരിക്കും, എനിക്ക് യോർദാനപ്പുറം കടക്കാൻ പറ്റത്തില്ല, എൻ്റെ കാലം പൂർത്തിയായി. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അസ്തമിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വിടവാങ്ങലുകളിൽ ഉള്ള ഒരു തിരിച്ചറിവാണ്. ചിലർ ചിന്തിക്കുന്നത് ഞാനില്ലെങ്കിൽ പിന്നെ എല്ലാം പ്രളയമാണ്, എല്ലാം പോയെന്ന്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ അസ്തമിക്കുന്നില്ല. നവർ നേതൃത്വം കൈമാറ്റം ചെയ്യപ്പെടും, അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും, അനുഗ്രഹങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. വെറുതെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിൽ ദൈവനിഷേധത്തിൻ്റെ ചിന്തകൾ കൊണ്ട് വെല്ലുവിളിച്ച ഒരു താത്വികനാണ് ഫ്രെഡറിക് നീഷെ. ക്രൈസ്തവ ധാർമ്മികതയെ അദ്ദേഹം അടിമത്തത്തിൻ്റെ ധാർമ്മികത എന്നാണ് വിളിച്ചത്, എന്നാണ് കുറ്റപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, മനുഷ്യൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എല്ലാ സാധ്യതകളെയും അഥവാ പൊട്ടൻഷ്യൽസിനെയും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുമ്പോൾ അവനിൽ അല്ലെങ്കിൽ അവളിൽ തന്നെ ഒരു അതിമനുഷ്യൻ, ഒരു സൂപ്പർമാൻ രൂപപ്പെടും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മനുഷ്യൻ അവൻ്റെ ഉള്ളിലെ എല്ലാ സാധ്യതകളെയും പൊട്ടൻഷ്യൽസിനെയും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുമ്പോൾ അയാൾ ഒരു സൂപ്പർമാനായി മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അതിമനുഷ്യനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പ്രസക്തിയില്ല. ഗോഡ് ഈസ് ഡെഡ്. ഇതാണ് നീഷെ പറഞ്ഞത്. പിന്നെ ദൈവത്തിന് പ്രസക്തിയില്ല. ഇത് ശരിയല്ലേ? ഇത് നമ്മൾ കാണുമ്പോഴും നമ്മുടെ
സെലിബ്രിറ്റീസൊക്കെ അങ്ങനെയാണ്. ഒരു ലെവലിൽ ഒരു സൂപ്പർമാനായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദൈവവിചാരമൊന്നുമില്ല. നമ്മൾ ചിലരെ ഗാനഗന്ധർവൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ദൈവവിചാരമൊന്നുമില്ല. ബാക്കിയെല്ലാം അഭിനയമാണ്. ഈ ടി വിയിലൊക്കെ കാണിക്കുന്നല്ലോ ബാക്കി വിനയമല്ല അഭിനയമാണ്, വേറെ ഒന്നുമില്ല. അവർക്ക് ദൈവവിചാരമില്ല. വേറൊരു ഗായകനെ നോക്കി നീ മിടുക്കനാണെന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. ദൈവവിചാരം ഒരു സൂപ്പർമാനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ആവർത്തനം 31 നമ്മൾ കാണുന്ന ഒരു സൂപ്പർമാനാണ്. അതായത് 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ചു, എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. പാവങ്ങളുടെ ഇടയിൽ പോയി അവർക്ക് വേണ്ടി അധ്വാനിച്ചു. ലോകത്താരും ഇതുവരെയും ചെയ്യാത്ത അത്ഭുതങ്ങൾ ചെയ്തു. 40 കൊല്ലം മരുഭൂമിയിലൂടെ ലക്ഷം വരുന്നൊരു ജനത്തെ ഒറ്റയ്ക്ക് നയിച്ചു. സൂപ്പർമാനാണ് മോസസ്. പക്ഷേ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്: എല്ലാ പൊട്ടൻഷ്യൽസും പൂർത്തിയാക്കി, അതിൻ്റെ പൂർണ്ണതയിൽ വന്നു. കർത്താവ് നൽകിയ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്, കേവലം ഒരു മനുഷ്യൻ. എന്നിട്ട് പറയുകയാണ്, ഇന്നലകളിൽ ദൈവം എന്നെ നടത്തി, ആ ദൈവം ഇനിയും നിങ്ങളെ നടത്തും. ദൈവമാണ് ഇതുവരെ കൊണ്ടെത്തിച്ചത്, ഇനി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും ദൈവമാണ്. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇടാവുവേ, നീ ഒരു നിശ്വാസം മാത്രം എന്ന് കടുത്ത ഭാഷയിൽ നമ്മോട് ഒരു കൃമി പറയുന്നു. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അത് മോസസ് അന്നേ തിരിച്ചറിഞ്ഞു, ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളൊരു നിശ്വാസം മാത്രം. എന്നിട്ട് പറയുകയാണ്, ജീവിത സായാഹ്നത്തിൽ സംതൃപ്തിയോടെ പറയുന്നു, എനിക്ക് ശേഷം ഇനിയും ദൈവം നിങ്ങളെ നടത്തും. ഒരില മറ്റൊരു ഇലയുടെ കാതിൽ രഹസ്യമായി പറഞ്ഞു, ഞാൻ കൊഴിഞ്ഞു വീണാലും നീ സങ്കടപ്പെടരുത്, കാരണം നിനക്ക് ഞാൻ നഷ്ടപ്പെടില്ല. മണ്ണിൽ ചേർന്ന് വളമായി ഈ മരത്തിൻ്റെ വേരിലൂടെ വീണ്ടും ഞാൻ നിന്റെ അടുത്ത് വരും. ഇതാണ് ഒരു ഇല മറ്റൊരു ഇലയുടെ രഹസ്യമായിട്ട് പറഞ്ഞത്. മോസസ് പറയുന്നത് മറ്റൊന്നല്ല, ഞാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും സങ്കടപ്പെടരുത്. എന്നിൽ പ്രവർത്തിച്ച ദൈവ സാന്നിധ്യം മറ്റൊരാളിലൂടെ നിങ്ങളുടെ ഇടയിൽ വീണ്ടും വരും. കർത്താവ് നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് പറയും. ഇതാണ് രണ്ടാമത്തെ സന്ദർഭം 3, ജീവിതത്തിൻ്റെ പുതിയ തുടക്കങ്ങളിൽ. മോസസിന് ശേഷം യോശുവ നേതൃത്വത്തിലേക്ക് വന്നു. മോശ പറഞ്ഞ അതേ കാര്യം യോശുവയുടെ കർത്താവ് പറയുകയാണ്. യോശുവ 1:5, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യരും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതെപ്പോഴാണ് നൽകുന്നത്? മോസസിന് ഈ വാഗ്ദാനം നൽകിയത് ജീവിതത്തിൻ്റെ അവസാനത്തിലാണ്, ജീവിത സായാഹ്നത്തിൽ. യോശുവയ്ക്ക് ഈ വാഗ്ദാനം നൽകിയത് ഒരു പുതിയ തുടക്കത്തിൽ, ജീവിതത്തിൻ്റെ ചില പുതിയ തുടക്കങ്ങൾ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്ത് പകരുന്ന ഒരു സന്ദേശം. ഒരു പുതിയ തുടക്കത്തിന് കർത്താവ് കൃപ നൽകുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പ്രിയമുള്ളവരെ, ഏത് തുടക്കവും ഭയങ്കര റിസ്കിയാണ്, ഏത് ഉത്തരവാദിത്വവും റിസ്കിയാണ്. കർത്താവ് തോമസിനോട് പറഞ്ഞു, എൻ്റെ കൈയും വിലാപ്പുറവും നീ വേണമെങ്കിൽ തൊട്ട് നോക്ക്. ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ ഞാനെടുത്ത പെയിനിൻ്റെ അടയാളം, ഞാനെടുത്ത റിസ്കിൻ്റെ അടയാളം, ഞാൻ ഏറ്റെടുത്ത ചലഞ്ചിൻ്റെ അടയാളം. ഇത് ഏത് പുതിയ തുടക്കങ്ങൾ എടുക്കുമ്പോഴും ഈ ഒരു ചലഞ്ചുണ്ട്. കർത്താവ് പറയുന്നു, പുതിയ തുടക്കങ്ങളിൽ പ്രവേശിക്കുന്നവരോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ജീസസ് ഈസ് ദ കൾമിനേഷൻ ഓഫ് ജീസസ് ഈസ് ദ കംപ്ലീഷൻ ഓഫ് പ്രൊഫസീസ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ പ്രൊഫറ്റിക് മിനിസ്ട്രി. കർത്താവ് എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ്, പക്ഷേ ഒരു പ്രവാചക ദൗത്യത്തിൻ്റെ തുടക്കവും ആണ്. അത് നമുക്ക് നൽകിയിട്ടുണ്ട് ആ ദൗത്യം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യോശുവയും ഇവിടെ ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കും. ഈ പുതിയ തുടക്കത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവസാനമായി സന്ദർഭം 4, ജീവിതത്തിൻ്റെ
ചുമതലാബോധങ്ങൾ. 1 ദിനവൃത്താന്തം 28 നിങ്ങളെല്ലാവരും നന്നായിട്ടൊന്ന് വായിക്കണം. ഇസ്രായേലിൻ്റെ സ്വപ്നമായിരുന്ന ദൈവാലയത്തിൻ്റെ നിർമ്മിതി ദാവീദിന് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ദാവീദ് ഒരുപാട് ഭാവനയിൽ കണ്ടു. ദാവീദും വിടവാങ്ങുന്ന ഒരു സന്ദർഭത്തിൽ, ജീവിതത്തിൽ അവസാന നിമിഷങ്ങളിൽ അനന്തരാവകാശിയായ തൻ്റെ പ്രിയ മകൻ ശലോമോനെ വിളിച്ചിട്ട് 1 ദിനവൃത്താന്തം 28 അധ്യായം 11 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കാലം അവസാനിക്കാറായി, പക്ഷേ ദൈവാലയത്തെക്കുറിച്ച് ഞാൻ ഭാവനയിൽ പലതും കാണുന്നുണ്ട്. ശലോമോന് ദൈവാലയം പണിയേണ്ടത് എപ്രകാരം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു പ്ലാൻ കൊടുത്തു. ദൈവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ സാധനങ്ങളുടെ ഒരു മാതൃകാ വിവരണം നൽകി. എന്നിട്ട് ദാവീദ് ദൈവാലയം പണിയാനുള്ള ആദ്യത്തെ സംഭാവന കൊടുത്തു. കുറച്ച് പൊന്നും കാശും എല്ലാം ശലോമോന് കൊടുത്തു. പ്ലാൻ കൊടുത്തു, അതിൻ്റെ സാധന വിവരണങ്ങളുടെ മാതൃകാ വിവരം കൊടുത്തു, കുറച്ച് പണവും പൊന്നും കൊടുത്തു. എന്നിട്ട് ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാണ്: 1 ദിനവൃത്താന്തം 28:20. പിന്നെ ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞത്: ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. യഹോവയായ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷകൾക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കുന്നതുവരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യഹോവയുടെ ദൈവാലയത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതുവരെ കർത്താവ് നിന്നോടൊപ്പം ഉണ്ടാകും. ധൈര്യത്തോടെ പ്രവർത്തിക്കുക. ഈ വാഗ്ദാനം ഇറ്റ് ഈസ് ഗിവൺ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് നൽകിയതാണ്. ജീവിതത്തിൽ തൻ്റെ അനന്തരാവകാശിയായ ശലോമോൻ ചില കാര്യങ്ങൾ വ്യക്തമായി ചെയ്യണമെന്നുള്ള, വിശ്വസ്തയോടെ ചെയ്യണമെന്നുള്ള ചുമതലാബോധം നൽകിയിട്ട് ദാവീദ് പറയുന്നു: കർത്താവ് നിന്നെ കൈവിടുകയില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില ചുമതലാബോധം നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. നമ്മൾ നിയോഗം എന്നൊക്കെ പറയാറുണ്ട്. ചില ചുമതലാബോധം നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നിറവേറ്റിയേ പറ്റൂ. അതിനുവേണ്ടി കർത്താവ് പറയുന്നു: ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ചുമതലാബോധങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ നീ അധ്വാനിക്കണം. ഈ വർത്തമാനകാലത്ത് വളരെ ശക്തനായൊരു എഴുത്തുകാരനാണ് യുവൽ നോവ ഹരാരി എന്നുള്ള ഒരു റൈറ്റർ. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് 21 Lessons for the 21st Century. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നോളജ് ഈസ് പവർ, അറിവാണ് ശക്തി എന്ന് നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പ്രസക്തിയും വ്യക്തതയുമാണ് ശക്തി. റിലവൻസ് ആൻഡ് ക്ലാരിറ്റി ഈസ് പവർ. പ്രസക്തിയും വ്യക്തതയുമാണ് ശക്തി. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രസക്തമാണോ? ദാവീദ് പറയുന്നത് എങ്ങനെയാണ്: ദൈവാലയ പണി എന്നുള്ളത് എൻ്റെ കാലത്ത് പ്രസക്തമായിരുന്നില്ല, എന്നാൽ നിന്റെ കാലത്ത് അത് പ്രസക്തമാണ്. പ്രസക്തമായി ശുശ്രൂഷ ചുമതലാബോധത്തോടെ നീ ഏറ്റെടുത്ത് ചെയ്യണം. നിന്റെ കാലത്ത് അത് വളരെ റെലവൻ്റാണ്. അതുകൊണ്ട് ഈ റെലവൻ്റ് ആയിട്ടുള്ള നിയോഗം നീ ഏറ്റെടുക്കണം. പ്രിയമുള്ളവരെ, ഈ സ്വന്തം നിയോഗങ്ങളെ കണ്ടെത്താതെ ജീവിക്കുന്നതോ നിയോഗങ്ങൾ മനഃപൂർവ്വം തമസ്കരിക്കുന്നതോ ഏറ്റവും വലിയ പാപമാണ്. ഈ അവബോധത്തോടെ ജീവിക്കുന്നവർ 2 കാര്യങ്ങൾ ബോധ്യപ്പെട്ടേ പറ്റൂ. 1, എന്തിനു വേണ്ടി ചെയ്യുന്നു. 2, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ. 1, എന്തിനു വേണ്ടി ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യം എന്തിനു വേണ്ടി ചെയ്യുന്നു. 2, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ. കാര്യവും കാരണവും അറിഞ്ഞ് ബോധ്യത്തോടെ ഏറ്റെടുക്കുന്ന ചുമതലാബോധം, അതാണ് നിയോഗം. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു ഫ്രൈസാണ് നിസ്സംഗതയുടെ ആഗോളവൽക്കരണം. ഇത് പറഞ്ഞാൽ സഹജീവികളോടോ ഭാവി തലമുറകളോടോ ദൈവത്തോടോ ആരോടും ഒരു മമതയും ഇല്ലാതെ പ്രവർത്തിക്കുക. അതാണ് നിസ്സംഗത. അതാണ് ഈ തലമുറയുടെ ഒരു തീരാത്ത ശാപം. പ്രിയമുള്ളവരെ, മനുഷ്യനോട് സംവദിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ശരീരവും മനുഷ്യൻ്റെ ഭാഷയും സ്വീകരിച്ച ദൈവത്തെ പോലെ ആർദ്രമായി ചില ശുശ്രൂഷകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്.
ചില ചുമതലാബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, എവറി മോർണിംഗ് റൈസ് അപ്പ് വിത്ത് എ പർപ്പസ്. എല്ലാ പ്രഭാതത്തിലും ഒരു ഉദ്ദേശത്തോടെ എഴുന്നേൽക്കുക. ചിലത് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, നമുക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കാനുണ്ട്. വെറുതെ ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചതല്ല. ദാവീദ് ശലോമോനോട് പറയുകയാണ്, ദൈവാലയ പണി നിന്റെ ചുമതലയാണ്, അത് നീ ഏറ്റെടുക്കണം. അതിൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം കൊടുത്തു, ആദ്യത്തെ സംഭാവനയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കത്തില്ല, നീ ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ചുമതലാബോധം നമുക്കുണ്ട്. ആതിഥേയനായി ക്രിസ്തു പറയുന്നു, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറട്ടെ, അനുഭവങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ നൈരാശ്യങ്ങളിലോ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലോ ജീവിതത്തിൻ്റെ പുതിയ തുടക്കങ്ങളിലോ ജീവിതത്തിൻ്റെ ചുമതലാബോധങ്ങളിലോ നിങ്ങളായിരിക്കാം. സന്ദർഭം വ്യത്യാസമായിരിക്കാം. പക്ഷേ ആ വലിയ ആതിഥേയൻ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഗതകാലത്തിൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കുക എന്നല്ല, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലും ആയിരിക്കണമെന്നല്ല, വർത്തമാനത്തിൽ അർത്ഥവത്തായി നമുക്കായിരിക്കാം. എബ്രായ ലേഖകൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മൾ ഏതു സാഹചര്യത്തിലായാലും, നിരാശകളിലായിരിക്കാം. 4 സന്ദർഭങ്ങളാണ് നമ്മൾ കണ്ടത്. നിരാശകളിൽ, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ, ജീവിതത്തിൻ്റെ പുതിയ തുടക്കത്തിൽ, ജീവിതത്തിൻ്റെ പുതിയ ചുമതലാബോധത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു പാട്ട് നമുക്ക് പാടാം. ഇന്നയോളം ദൈവം എന്നെ നടത്തി എന്നുള്ള പാട്ട്. ആ പാട്ടിൽ ഇങ്ങനെ പറയുന്നുള്ളൂ, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന പാട്ടിൽ പറയുന്നു. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവമേ, ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ വഴി നടത്തുന്നുവല്ലോ. അനൽപമായ കൃപകൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതി, ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന നന്മകളെല്ലാം നൽകി, വീണു പോകാനും തളർന്നു പോകാനും അനുവദിക്കാതെ കൃപയുടെ കരങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നു. കർത്താവെ, ഈ സാഹചര്യത്തിൽ അവിടുത്തെ സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ അവിടുത്തെ ഭക്തന്മാർ കടന്നുപോയപ്പോൾ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന വാഗ്ദത്തം നൽകിയതിനെ ഞങ്ങളത് ധ്യാനിക്കുകയുണ്ടായി. അതേ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഈ വാഗ്ദാനം ഞങ്ങൾക്ക് കരുത്ത് പകരുന്നുവല്ലോ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന നിന്റെ ജനത്തെ കൃപയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൈവിടാതെ, ഉപേക്ഷിക്കാതെ പ്രിയപ്പെട്ടവരോട് കൂടെ അങ്ങുണ്ടാകണമേ. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ധൈര്യത്തോടുകൂടെ ഇരിക്കുക എന്നുള്ള വാഗ്ദത്തം ഞങ്ങളെ നിരന്തരം ബലപ്പെടുത്തുന്ന മാറാത്ത സ്നേഹത്തിനായി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റിയല്ലോ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. തുടർന്നുള്ള നാളുകൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിലേതാക്കണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പനെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടുന്ന് സംജാതമാക്കണമേ. കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാവൽ ചെയ്യണമേ. ഞങ്ങളുടെ സഭയിലെ മുഴുവൻ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കാവൽ ചെയ്യണമേ. യാതൊരു വിധത്തിലുമുള്ള പ്രതികൂലങ്ങളും തീണ്ടാതെ ഭദ്രമായി അവിടുന്ന് കാവൽ ചെയ്യണമേ. ഞങ്ങൾ പരസ്പരം കാണുവോളം അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന സുരക്ഷിതത്വത്തിന്റെ ദിവ്യാനുഭവം ഞങ്ങൾക്ക് കൽപ്പിക്കണമേ. എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അങ്ങയ്ക്ക് മാത്രം. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ അനശ്വര സ്നേഹവും നിരന്തരം കാത്തരുളുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും തലമുറകളോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.